ഞാൻ വെടി വെക്കാൻ പോയിട്ട് ഉണ്ടയില്ലാത്ത അവസ്ഥ അല്ല കമ്പി അങ്ങോട്ട് ഊരിയപ്പോളാ ആ കമ്പി അങ്ങോട്ട് പോയപ്പോളാ നടക്കുന്നു. അങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ല. നല്ല ഭംഗിയുള്ള പല്ലുകൾ. ചിരിക്കാൻ പറ്റും. എനിക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നാറുണ്ട്. മോശം. അവർക്കോ സംസ്കാരമില്ല, നമ്മൾ അതുപോലെ ആവണോ? അത് കുറച്ച് അഡൾട്ടറി കോമഡീസ് ആണ്. ഞങ്ങൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അഡൾട്ട് ആയിട്ടുള്ള ആളുകളായിട്ട് മാത്രമേ ഞാൻ ഈ അഡൾട്ടറി കോമഡീസ് പറയുള്ളൂ. പിന്നെ അത് സംസാരിച്ചു കഴിഞ്ഞാൽ കുറച്ച് നല്ലതാ. കാരണം നമ്മുടെ കുറെ പ്രശ്നങ്ങൾ അതിലൂടെ മാറി. പക്ഷെ ചിലവർക്ക് തീരെ താല്പര്യമില്ലാത്തവരുണ്ട്, മൊബൈലിൽ നോക്കിയിരിക്കും. തോക്കുണ്ടായിട്ട് എന്താ കാര്യം? ഒരു കാര്യമില്ലേ? ഒരു കാര്യമില്ല. അപ്പൊ ഞങ്ങൾക്ക് ഷൈൻ ചേട്ടനെ കുറിച്ച് കുറെ കാര്യങ്ങൾ അറിയാം. എന്ത് കാര്യങ്ങൾ അറിയാം? ഞാൻ ഈ പറയുന്നതൊക്കെ നുണയാണ് കേട്ടോ. ശരി, വെരി ഫണ്ണി. ഒളിപ്പിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒളിപ്പിച്ചിട്ട് അതും നുണയല്ല, എന്റെ സീക്രട്ട് ആയിട്ടുള്ള കാര്യങ്ങളാണ്. സീക്രട്ട് ഈസ് നോട്ട് ലൈഫ്. ഞാൻ വിചാരിച്ച പോലെയല്ല, നിന്റെ തലക്കകത്ത് മുഴുവൻ കളിവണ്ണല്ലടാ. ഷൈൻ ചേട്ടന്റെ കുറച്ച് സത്യമായിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് അറിയണമെന്നുണ്ട്. സത്യമായിട്ട് നിങ്ങൾ അറിയേണ്ട കാര്യങ്ങളാണ് ഞാൻ പറയുന്നുള്ളൂ. പിന്നെ അതിന് കൂടുതൽ ഞാൻ പറയേയില്ല. അത് നിന്നെ ആദ്യം കണ്ടപ്പോഴേ എനിക്ക് തോന്നി. ശരി, ഷൈൻ ചേട്ടൻ പേര് പറയാണെന്നൊക്കെ പറഞ്ഞാൽ ഞാൻ പറയില്ല കേട്ടോ. അതൊന്നും വേണ്ട. ഷൈൻ ചേട്ടൻ ഒത്തില്ല ആ മൂപ്പര് ഒപ്പിക്കാൻ നടക്കുക. ചെയ്യാൻ ആഗ്രഹമുള്ള, അതാണ് പറഞ്ഞ പേരൊന്നും ഞാൻ പറയില്ല, ചെയ്തു എന്ന് പറയാം. ഷൈൻ ചേട്ടാ പണഞ്ഞു തീർന്നില്ലല്ലോ. നിങ്ങൾക്ക് കേട്ടിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ റിജക്ട് ചെയ്തോ എന്നാ പറഞ്ഞ തൊലക്ക്. ഷൈൻ ചേട്ടന് ചെയ്യാൻ ആഗ്രഹമുള്ള പരസ്യം, ആഡ് ചെയ്യാൻ ആഗ്രഹമുള്ള പരസ്യം. ഓക്കെ, പബ്ലിക്കലി ഐ ക്യാൻ ഗോ ഫോർ യൂറിൻ. ഞാൻ വിചാരിച്ച ഞാൻ മാത്രമേ കിഴങ്ങനായിട്ടുള്ളൂ. അവൻ എന്നെ കട്ടി വലിയ കിഴങ്ങ. പരസ്യോ അല്ല, പരസ്യമായിട്ട് ചെയ്യാൻ പറ്റുന്ന രഹസ്യങ്ങളെന്നല്ല ചോദിച്ചത്. ഓഹോ, കഥ അവൻ അങ്ങനെ ആക്കിയല്ലേ? ഇതല്ല, ആഡ് ഉണ്ടല്ലോ. നിങ്ങളെല്ലാവരും പരസ്യമായിട്ടല്ലേ ചെയ്യണേ? അതാണ് ഞാൻ പറഞ്ഞത്. വേണ്ട എല്ലാം മാക്കി. പരസ്യമായിട്ട് ചെയ്യാൻ പറ്റാത്ത രഹസ്യങ്ങളുണ്ടല്ലോ. ഞാൻ ചോദിച്ചു അങ്ങനത്തെ ഒരു സംഭവമാണ്. കുറച്ചും കൂടി അഡൾട്ടറി ആയിട്ടുള്ള എന്തെങ്കിലും കളികളാവും പ്രതീക്ഷിച്ചു. തമാശ പറയാൻ ഞാനൊന്നും വെച്ചല്ലോ. എനിക്ക് ആഡ് ചെയ്യാൻ താല്പര്യമില്ല ശരിക്കും. നിർത്തി അങ്ങ് അവമാനിക്കുവാണെന്നേ. ഒരു പെൺകുട്ടി വന്നിട്ട് ഇങ്ങനെ ചോക്ലേറ്റ് പണ്ട് എന്നിട്ട് ഇയാളുടെ കടിക്കണത്. നിന്റെ ചാട്ടം എങ്ങോട്ടാണ് നീ മനസ്സിലാവുന്നുണ്ട് കേട്ടോ. ഷൈൻ ചേട്ടൻ ഏറ്റവും കൂടുതൽ സംസാരിക്കാൻ താല്പര്യമുള്ള ഒരു സബ്ജക്ട് അഡൾട്ടറി. അതെന്തുകൊണ്ടാ? അതാരും സംസാരിക്കാറില്ല. തനിക്ക് താല്പര്യമുണ്ടോ അങ്ങനെ സംസാരിക്കാൻ? ഇല്ല. ഞാനിപ്പോ ഇത് കുടം കമിഴ്ത്തി വെച്ച് വെള്ളം ഒഴിച്ചാണ് അത്ര നേരം. എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്? എങ്ങനെയുണ്ട്? അവര് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ചൂണ്ട. ആർക്ക് വേണം? നിങ്ങൾ രണ്ടുപേരായിട്ടാണോ? ഇത് കുറച്ച് കൂടുന്നുണ്ട്. പിന്നെ അത് നല്ല ഏജന്റ് എല്ലാവർക്കും. എങ്ങനെയുണ്ട് പെർഫോമൻസ്? നാട്ടുകാർ കാണൂടാ. ഷൈൻ ചേട്ടൻ സിംഗിൾ ആണ്, അപ്പൊ ആരെയും മിങ്കിളാക്കാൻ സമ്മതിക്കരുത് ഷൈൻ ചേട്ടൻ. ആരെ മിങ്കിളാക്കാൻ? ആമ്പിള്ളേരായിട്ട് അങ്ങനെ മിങ്കിള അങ്ങനത്തെ പരിപാടികളില്ല. ഇങ്ങനെ നാറാനൊരു ചങ്കൂറ്റം വേണം കേട്ടാ. ഉദ്ദേശിച്ചില്ല. പിന്നെ താനെ അങ്ങനെ മിങ്കിളാവണ്ടെന്ന് പറഞ്ഞ. ഓക്കെ, എല്ലാം വായിച്ചോളാം. റിയൽ ലൈഫിൽ അങ്ങനെ വെടിവെച്ചിട്ടുണ്ടോ? റിയൽ സമയം എന്തൊക്കെ പറയണേ? തോക്ക് പിടിച്ച് വെടി വെച്ചിട്ടില്ല. പിന്നെ അങ്ങനത്തെ വെടി വെക്കേണ്ട അവസരങ്ങളിൽ തോക്ക് അന്വേഷിച്ചു പോലല്ലോ പണി. ലൈഫിൽ ഏറ്റവും കൂടുതൽ പേടിയുള്ള കാര്യം? വെടി വെക്കാൻ പോണ സമയത്ത് ഉണ്ട തീർന്നു പോകുന്നു. വെടി വെക്കാൻ പോണ സമയത്ത് ഉണ്ട തീർന്നു പോകുന്നു. ഒരു നല്ല കാര്യം നടക്കുന്ന ഈ ശുഭമുഹൂർത്തത്തിലെങ്കിലും നിനക്ക് സഭ്യതയോട് സംസാരിച്ചുകൂടെ കുട്ടാ? ബാക്കി പറയണ്ട. എന്താ പറഞ്ഞ? അല്ല, ഒരാള് വെടി വെക്കാനായിട്ട്
എല്ലാം ഇത് വേറെ രീതിയിലേ ചിന്തിക്കുന്നത്. ഇത് എനിക്ക് മനസ്സിലാവില്ല ഇവരെന്ത് എന്തിനാ ചിരിക്കണല്ലേ? സംസ്കാരമില്ല ദീപ ഇല്ലേ? അല്ല എന്നാലും ഒന്നുകൂടി കിടന്നൊക്കെ ചിരിക്കണം. ഇവർക്ക് പ്രശ്നം. ഞാൻ വെടി വെക്കാൻ പോയിട്ട് ഉണ്ടയില്ലാത്ത അവസ്ഥ ആലോചിച്ച് ഇപ്പൊ തന്റെ അടുത്ത് പെരുമാറുന്ന പോലെ ആയിരിക്കില്ല ഇവളുടെ അടുത്ത് പെരുമാറുന്നതേ. ഓക്കെ, ഇവനാള് മോശമില്ലല്ലോ, ഇവന് തന്നെയാ പരിപാടി. ആരും അറിയാത്തൊരു ഹിഡൻ ടാലന്റ് ഉണ്ടോ? ഉണ്ട്. അത് ചിലപ്പോ വലുതാവുകയും ചെറുതാവുകയും ചെയ്യാം. പോകാതിരിക്കാൻ തരയില്ല. വെടിവഴിപാടല്ലേ വിഷയം. കണ്ണ് വ്യാപ്തി കണ്ണാ വലുതാവും ഹിഡനാ ചെറുതാവും. എല്ലാവരും കണ്ടോണ്ടിരിക്കണ ഈ കണ്ണാ. അതിന് ഒരു റീ എൻട്രിക്ക് ശ്രമിക്കുമ്പോ ആരംഭത്തിൽ അപമാനം. അതിന് കണ്ണ് ചില വ്യത്യാസം സംഭവിക്കാവുന്നതാണ് അതെ, അതെ. അക്ഷരങ്ങളിൽ. മമ്മി എന്നതാ ഉദ്ദേശിച്ചേ? എന്റെ പൊന്നു, വേറൊന്നും അല്ലേ. പക്ഷെ എല്ലാവരുടെയും കണ്ണ് അങ്ങോട്ടാണ്. നിന്റെ ഓരോ കളികളെ. താങ്ക് യു ഷൈൻ ചേട്ടാ. Thank you. താങ്ക് യു സോ മച്ച്. താങ്ക് യു. നീ ഹാപ്പി ആണല്ലോ, എനിക്കത് മതി.